Ladies and gentlemen, it's Christmas Eve at Summer Sand. 2 hours to midnight and let's party! മിഡ്നൈറ്റ് പൂർണ്ണമാകുന്ന ഒരു ദിവസത്തിന്റെ ഏറ്റവും നിർണായകമായ മുഹൂർത്തം. മനുഷ്യൻ അഭിനയിക്കാത്ത നിമിഷങ്ങൾ. സ്വയം തിരിച്ചറിവുണ്ടാകുന്നത് പകലിന്റെ വെളിച്ചത്തിലല്ല, രാത്രിയുടെ കറുപ്പിലാണ്. പ്രണയം, പ്രതികാരം, ഭയം, കാമം, എല്ലാ വികാരങ്ങൾക്കും ഒരേ നിറമാണ്, ബ്ലാക്ക്. And I am in love with that color. Happy Christmas, sir. Your drink. And I hate Christmas. Lights, Santa Claus, and fake happiness. It destroys the serenity that becomes the night. എല്ലാ കുറ്റങ്ങൾക്കും ശിക്ഷയുണ്ട് എന്ന വിശ്വാസക്കാരനല്ല ഞാൻ. Only crime that is caught will be punished. പിടിക്കപ്പെടുന്ന കുറ്റങ്ങൾക്ക് മാത്രമേ ശിക്ഷയുള്ളൂ, അല്ലാത്തവർ സ്വതന്ത്രരാണ്. ഇവനൊക്കെ അല്ല, മോത്തെന്താ കണ്ണില്ലേ? എവിടെ നോക്കിയിട്ടാണോ വണ്ടി ഓടിക്കുന്നത്? I'm sorry. നിങ്ങള് പെട്ടെന്ന് സ്ലോ ചെയ്തപ്പോ എനിക്ക് I couldn't stop. എന്തെങ്കിലും പറ്റിയോ? നമുക്കാണെ ഹോസ്പിറ്റലിലേക്ക് പോവാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. നാശം സ്റ്റാർട്ട് ആവുന്നില്ല. അയ്യോ, ബ്ലീഡ് ചെയ്യുന്നുണ്ടല്ലോ. വരൂ, ഹോസ്പിറ്റലിലേക്ക് പോവാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എടാ വിനു, നല്ല മുറിവുണ്ട്, നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവാം. പോകുന്ന വഴി ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കയറിയിട്ട് വണ്ടിയുടെ കാര്യവും പറയാം. നീ വാ. വരൂ, ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട്. എന്റെ വണ്ടിയിൽ പോവാം. I'll drop you. Come. Get in. വാടാ, വാ. By the way, I'm David. ഷാൻ. എന്ത് ചെയ്യുന്നു? ജേർണലിസ്റ്റാ, ഡെയിലി ടൈംസ്. ഇപ്പൊ ഇവിടെ ഡെപ്യൂട്ടേഷനില്ല. ഓ, കയ്യൊന്ന് ഉളുക്കിയതേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല. പെയിൻ കില്ലർ കൊടുത്തിട്ടുണ്ട്. എക്സ്റേ റിസൾട്ട് കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഫ്രാക്ചർ റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പോകാം. താങ്ക് യു ഡോക്ടർ. ഓക്കെ.
കൂടെ ഉള്ളത് ഫ്രണ്ടാണ് വിനു. രണ്ടുപേരും കൂടി എങ്ങോട്ടായിരുന്നു ഈ രാത്രിയിൽ? ബിനു രാമേന്ദ്രന്റെ കൂടെ വന്നവരല്ലേ? അതെ. അയാൾ ഇവിടെ കാണുന്നില്ലല്ലോ. വാട്ട്? ബാക്ക് ഡോർ വഴി പുറത്തു പോയെന്നാ അടുത്ത ബെഡിലെ പേഷ്യന്റ് പറഞ്ഞത്. ഷാൻ, കാം ഡൗൺ. അയാള് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോയതായിരിക്കും. ഇറ്റ്സ് ക്രിസ്മസ് ഈവ് മാൻ ആൻഡ് ദ നൈറ്റ് ഈസ് സ്റ്റിൽ യങ്. തനിക്കെന്തറിയണോ? ഐ ഹാവ് ടു ഫൈൻഡ് ഹിം. വിനു! 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 എന്തായി? അറിയാൻ പാടില്ല. എന്റെ ബൈക്കാണെങ്കിൽ വഴിയിലോ ആയി. കേറ്, നമുക്ക് അന്വേഷിക്കാം. ജംഗ്ഷനിലോ മറ്റോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ? കം. എന്താ ഷാൻ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? യുനോ, എനിക്ക് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ പറ്റിയേക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല, ഉറപ്പില്ല. ബട്ട് ഐ ക്യാൻ ട്രൈ. നമ്മൾ പരിചയപ്പെട്ടില്ല ഷാൻ. ഐ എം ഡേവിഡ് എബ്രഹാം, IPS, ക്രൈം ബ്രാഞ്ച്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ. പക്ഷെ ഇപ്പൊ സസ്പെൻഷനിലാണ്. And now, suddenly you seem to have a problem. No sir, there is no problem. And I'm extremely sorry about the accident. ഞാൻ അറിഞ്ഞില്ല. That's all right. Nice house. ഇത് കമ്പനി ഗസ്റ്റ് ഹൗസ് ആണ് സർ. ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. സാർ വന്ന ഒരു കപ്പ് കാപ്പി കുടിക്കാം. ഈ സമയത്ത് ആരോടോ കോഫി കുടിക്കുന്നു? മേ ബി സം അതർ ടൈം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. സോറി ഫോർ ദ ട്രബിൾ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. Happy, I don't know. That's subjective, I guess.
let me hear the kick go boom. Yeah. Boom. We go boom. Yeah. Yeah. King of the jungle, got my eyes on everything. Like Ali, I got the prize on every ring. Got a mind full of pain and I'm always tied up in chains. Before you make a move, I own the game. Sure. That was your queen, now she won't complain. Fortune and fame, I'm changing my lanes, but I'm still the same. My mind over matter, the quest in my brain, let the truth unravel. ഒരു കഥ പറയുന്നു ലോകം മറുകഥ എഴുതുന്നു കാലം പറയാക്കര തേടിയേതും യാത്രക്കാരായി നാം വഴിയറിയാ യാത്രയില്ല ചുരുളഴിയാ ചോദ്യമില്ല ഏതേതോ വീതിയിൽ നാം പോകാനുണ്ടേ. Now bring the baseline. Can't trust my own shadow, not a line to follow, but I know truth is my motto. This is survival, no bravado. I'm in a battle with no weapons, just my intellectual lessons. Lay low, stay close to the darkness. I'm on quiet, I can hear the backstabbers. Adrenaline takes over dopamine. No second chances, it's all for me. ഒരു കഥ പറയുന്നു ലോകം മറുകഥ എഴുതുന്നു കാലം പറയാക്കര തേടിയേതും യാത്രക്കാരായി നാം വഴിയറിയാ യാത്രയില്ല ചുരുളഴിയാ ചോദ്യമില്ല ഏതേതോ വീതിയിൽ നാം പോകാനുണ്ടേ. കഥ പറയുന്നു ലോകം മറുകഥ എഴുതുന്നു കാലം പറയാക്കര തേടിയേതും യാത്രക്കാരായി നാം വഴിയറിയാ യാത്രയില്ല ചുരുളഴിയാ ചോദ്യമില്ല ഏതേതോ വീതിയിൽ നാം പോകാനുണ്ടേ. ഞാൻ പിൻവാങ്ങുകയാണ് ജീവിച്ചിരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന്. നഷ്ടപ്പെട്ടു പോയവരോടോ നഷ്ടങ്ങൾ വരുത്തിയവരോടോ പരിഭവങ്ങളില്ലാതെ. ഇതെൻ്റെ വിധിയാണ്. ഞാനിത് സ്വീകരിക്കുന്നത് ജീവിതത്തോടുള്ള ഭയം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ അല്ല, മോഹം കൊണ്ടാണ്. മരണത്തോടുള്ള മോഹം കൊണ്ട്. നാളെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിന്ന് എൻ്റെ ശരീരം കണ്ടെത്തുമ്പോൾ ഞാൻ മറ്റൊരു ലോകത്തായിരിക്കും. ഞാൻ സ്വപ്നം കാണാറുള്ള എൻ്റേത് മാത്രമായ മറ്റൊരു ലോകത്ത്.
ചേട്ടാ, ഇവിടെ ഈ ഗിരിനഗർ ഹൗസിംഗ് കോളനി എവിടെയാ? ഇവിടുന്ന് കുറച്ചുകൂടെ പോണം. ഓർക്കിഡ് വില്ലയിലേക്കാ അല്ലേ? ഓർക്കിഡ്. അതെ, ഓർക്കിഡ് വില്ല. ഇവിടുന്ന് 3ാമത്തെ വീടാ. താങ്ക് യു. എന്താ, എന്ത് പറ്റി? ഇവിടുത്തെ പയ്യനില്ലേ വിനു, അവന്റെ ബോഡി ഹിൽ ടോപ്പിന് താഴേന്ന് ഇപ്പൊ കിട്ടി. സൂയിസൈഡ് ആണെന്നാ പറയുന്നത്. അമ്മയും മറ്റുള്ളവരും ബോഡി തിരിച്ചറിയാൻ പോയിരിക്കുക. മിക്കവാറും വൈകിട്ട് തന്നെ ചടങ്ങുകൾ കാണും. ഷാൻ, ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് ചോദിച്ചതാണ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന്. ഞാൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു, എന്റെ ഡെസിഗ്നേഷനും പറഞ്ഞു. എന്നിട്ടും നിങ്ങൾ എന്നോട് ഒന്നും പറഞ്ഞില്ല. You didn't expect me to believe all the bullshit you told me last night, did you? ആദ്യം ഷാനും വിനുവും തിരക്കിട്ട് എവിടേക്കോ പോകുമ്പോൾ ആക്സിഡന്റ്. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്നും വിനു മിസ്സിംഗ് ആകുന്നു. ഈ ടൗൺ മുഴുവൻ നമ്മൾ അവനെ ഇന്നലെ രാത്രിയിൽ തെരഞ്ഞു, കണ്ടില്ല. അപ്പം മുതൽ നിങ്ങൾ അസ്വസ്ഥനാണ്. ആൻഡ് ലുക്ക് അറ്റ് യുവർ ഹൗസ് നൗ. നമ്മൾ ഇന്നലെ പിരിഞ്ഞപ്പോൾ ഉള്ളതുപോലെ അല്ല ഇന്ന് നിങ്ങളും ഈ വീടും. നമ്മൾ അന്വേഷിച്ച നിന്റെ സുഹൃത്ത് വിനു രാമചന്ദ്രൻ ഇന്നലെ രാത്രിയിൽ ആത്മഹത്യ ചെയ്തു. ഷാൻ, ഞാനൊരു പോലീസുകാരനായതുകൊണ്ടായിരിക്കാം ഞാൻ നോക്കുമ്പോ ഒന്നും ശരിയല്ല. കുറച്ച് സമയം കൊണ്ട് ഞാൻ അറിഞ്ഞ ഷാൻ ഒരു നിരപരാധിയാണ് എന്നിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒഫീഷ്യലി ഓർ അൺഒഫീഷ്യലി നിങ്ങളെ സഹായിക്കണമെന്ന് എനിക്കുണ്ട്. ഞാൻ വീണ്ടും ചോദിക്കാം ഷാൻ, ഇസ് ദെയർ എ പ്രോബ്ലം?
യെസ് സർ, ദർ ഇസ്. ഇവിടെ നിന്ന് മാറി നിന്നാലല്ലാതെ ഒഴിവാക്കാനാത്തൊരു പ്രശ്നത്തിലാണ് സർ ഞാനും എൻ്റെ കൂട്ടുകാരും. ഇറ്റ് ഇൻവോൾവ്സ് മണി, a lot of money. ആ പ്രശ്നം വളർന്ന് ഞങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി സാർ. റൈറ്റ് നൗ, ടു ബി ഫ്രാങ്ക്, we all are running for our life, sir. മണി എന്ന് പറയുമ്പോൾ എത്ര? ഹൗ മച്ച്? 1,75 lakhs. വാട്ട്? അളിയ വാ വാ വാ. ഇവനായിരുന്നു. സൈക്കിൾ സിറിൽ സാമുവൽ. അച്ഛൻ ജേക്കബ് സിറിൽ ഒരു പ്രതാപിയായിരുന്നു. 10-12 കൊല്ലം സൗദിയിൽ കിടന്നുണ്ടാക്കിയത് മുഴുവനും തിരിച്ചു നാട്ടിൽ കൊണ്ടുവന്ന് 200 ഏക്കർ തേയിലത്തോട്ടവും വാങ്ങി ഒരു ടീ ഫാക്ടറി തുടങ്ങി. അദ്ദേഹം മരിച്ചിട്ട് 9 വർഷം കഴിഞ്ഞു. പൂട്ടിക്കിടക്കുന്ന സിറിൽ ആൻഡ് സിറിൽസ് ടീ ഫാക്ടറിയും ഇടയ്ക്കിടെ വരുന്ന ബാങ്ക് നോട്ടീസുകളും മാത്രമാണ് ഇപ്പോൾ ജേക്കബ് സിറിലിന്റെ ഓർമ്മയ്ക്കായി ബാക്കിയുള്ളത്. പുറമേ കണ്ടാത്ത ഒന്നില്ലെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ കുറിച്ച് ബുദ്ധിമുട്ടില്ല. വിനു രാമചന്ദ്രൻ. ഞങ്ങളുടെ കൂട്ടത്തിൽ നോർമൽ എന്ന് തോന്നിക്കുന്ന ഒരു ചുറ്റുപാട് ഇവന് മാത്രമായിരുന്നു. വീട്, അമ്മ, പെങ്ങൾ. SBIയിൽ വർക്ക് ചെയ്തിരുന്ന രാമചന്ദ്രൻ സാറ് പെട്ടെന്നൊരു ദിവസം ഒരു സ്കൂട്ടർ ആക്സിഡന്റിൽ മരിച്ചുപോയപ്പോ നല്ലൊരു തുക പ്രോവിഡന്റ് ഫണ്ടായി കിട്ടി. ആ പൈസ കൊണ്ട് വിനു ഒരു ഇന്റർനെറ്റ് കഫേ കം DTP സെന്റർ തുടങ്ങി. ആ സ്ഥാപനമായിരുന്നു ഇപ്പൊ ആ കുടുംബത്തിന്റെ വരുമാന മാർഗവും ഞങ്ങളുടെ ഹാങ് ഔട്ടും. എല്ലാ ഗ്രൂപ്പുകൾക്കും ഉണ്ടാകും ഏത് പ്രശ്നത്തിലും ആദ്യം ഇടപെടുന്ന ഒരാൾ, എല്ലാ തീരുമാനങ്ങൾക്കും അന്തിമ അഭിപ്രായം പറയുന്ന ഒരാൾ, ഒരു ഗ്രൂപ്പ് ലീഡർ. ഞങ്ങൾക്ക് അത് എബിയായിരുന്നു, എബനീസർ. ഒരു കാത്തലിക് ഓർഫനേജിൽ നിന്ന് വളർന്നതുകൊണ്ടാകും ഞങ്ങളുടെ കൂട്ടത്തിൽ അവനായിരുന്നു ഏറ്റവും പ്രാക്ടിക്കൽ. അല്ലു അർജുന്റെ പടങ്ങൾ മാത്രം മലയാളത്തിൽ റിലീസ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഓഫീസിലെ മാനേജറായിരുന്നു അവൻ. അല്ലു അർജുൻ വർഷത്തിൽ 1-2 പടങ്ങൾ കൂടുതൽ ചെയ്യാത്തതുകൊണ്ട് എബി കൂടുതൽ സമയം ഫ്രീ ആയിരുന്നു. എബി എന്താണ് പ്ലാൻ? ദാവിന്റെ സെറ്റപ്പാ. വീട്ടിലാർക്കോ സുഖമില്ലാത്തോണ്ട് നാട്ടിൽ പോവാണെന്ന് ഉച്ചയ്ക്ക് ആന്റിയെ കൊണ്ട് അങ്കിളിനെ വിളിച്ച് പറയിപ്പിച്ചു. രാത്രി അങ്കിൾ വരുമ്പോ ഈ സെറ്റപ്പ് ഒക്കെ കാണിച്ച് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാനാ പ്ലാൻ. ഒരു സർപ്രൈസ്. എന്റെ അമ്മാവന്റെ 55-ാം പിറന്നാളിന് ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി ഒരുക്കുന്നതിന്റെ പേരിൽ അമ്മായിയുടെ കയ്യിൽ നിന്ന് 5,000 രൂപ വാങ്ങിയതിന്റെ അർപ്പണബോധമാണ് ഈ കണ്ടത്. പെട്ടെന്ന് കൊണ്ടുപോവാ. Happy birthday to you. Happy birthday. അതാരടാ? ഹാപ്പി ബർത്ത്ഡേ മാമ. മാമി, ഞങ്ങളുടെ ഗ്രൂപ്പ് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഒരാൾ കൂടി വേണം. ജെസ്സി, എബിയുടെ സിസ്റ്റർ എന്ന് പറയുമ്പോൾ 3 മാസം പ്രായമുള്ള ജെസ്സിയെ ഗ്രീൻമെഡ് ഓർഫനേജിൽ കൊണ്ടുവന്നപ്പോൾ മുതൽ അവൾ എബിയുടെ ഒപ്പമാ വളർന്നത്.
In a lot of ways, she was the nucleus of our group. എന്നിട്ടെന്ത്, നീ അത്ര അറിഞ്ഞാ മതി. അളിയ, ഞാൻ പതുക്കെ ഇറങ്ങാം. എനിക്ക് നാളെ അതിരാവിലെ ഓഫീസിലെത്തണം. ഓക്കെ സമയായ രവി, നീ എന്നൊന്ന് അവിടെ വരെ ഡ്രോപ്പ് ചെയ്തടാ. ഇപ്പോഴോ? കുറച്ചേരം ഇവിടെ ഇരിക്കടാ. ഇല്ലടാ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. അപ്പൊ ശരിയടാ, കേട്ടോ? നാളെ കാണാം രാവിലെ. ഓക്കെ സൈക്കിളെ രവി, വാടാ. അളിയാ, നീ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് താഴേക്ക് വാ. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. ഇന്ന് ഞാനാ? അവൾ ഇപ്പോഴേ കലികളെ അളിയാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ജെസ്സി, ഞാനാ. നീ ഉറങ്ങിയോ? അടിക്കാൻ എല്ലാവരും ഉണ്ട്, ക്ലീൻ ചെയ്യാൻ ഞാൻ മാത്രം. ബാസ്കറ്റ് എവിടെ? കസേര ഇങ്ങനെ പിടിച്ചിട്ടിട്ട് പൊക്കൂടെ മാർക്ക്. ഇതെങ്ങനെ അവിടെ പോയി? നിസ്സാറിന് പ്രത്യേകം കൊണ്ടുവരണമായിരിക്കും. ശരിടാ, ഗുഡ് നൈറ്റ്. ഐ ലവ് യു ടു. സൈക്കിൾ സൈക്കിൾ ഡാ. എവിടായിരുന്നടാ? കേറ് കേറ്. പരിയാരം സഹകരണ മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്നതോടെ വടക്കേ മലബാറിന്റെ ആരോഗ്യ വികസന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പൊതുജനങ്ങൾ. പരിയാരം സഹകരണ മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കും. പിന്നുവേട്ടാ, ഒരു കോൾ. ആരാടി? അറിയില്ല. ഹലോ, എന്താ സാറേ പ്രശ്നം? ഇങ്ങോട്ട് മാറി നിൽക്കണം. സാർ, ഇത് എന്തിന്റെ പേരില്ല? അതൊക്കെ താഴെ പോയി CID ചോദിക്കും. സാറേ, കാര്യം എന്താന്ന് പറ. സാറേ, നിങ്ങൾ ഈ ഹെൽമെറ്റിന് പെറ്റിയടിക്കുന്ന സീനല്ലേ ഇത്? ഞാൻ ഈ സ്ഥാപനം കൊണ്ടാ ജീവിക്കുന്നത്. സാറിന്റെ വാറണ്ട് ഉണ്ടോ? സാറേ, ഇത് വാറണ്ട് ഇല്ലാണ്ട് പറ്റില്ല. വാറണ്ടില്ലാതെയും പറ്റും. അവിടെ ഒന്നും ഇല്ല സാർ. സാറേ, എന്തില്ലെന്ന്? അത് നീ വഴിയെ അറിഞ്ഞോളും. വാടാ. എന്ത് വഴി അറിഞ്ഞോളൂന്നാ? ഈ വിക്ടർ സാറാൾ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല. സാധനങ്ങൾ മുഴുവൻ വലിച്ചു വാരിയിട്ടോ അവര് തപ്പിയത്. എടാ, വല്ല കഞ്ചാവോ മറ്റേ ഡിവിഡിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവൂടാ അല്ലേ? എന്താണേലും അവർക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ലല്ലോ. നിന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുമില്ല. അത് വിട്ടേക്ക്, നമുക്ക് നോക്കാം. A lone scout swims ahead of his pod before they make an open water crossing. The drop-offs that chasm down into dark water are feeding grounds. മോളെ, ആ എമർജൻസി എല്ലാം പിന്നെ എടുത്തോണ്ട് വാ.
ദിവ്യ ദിവ്യ മോളെ ദിവ്യ അമ്മ അമ്മേ 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 $1.25 കോടി. എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് അറിയാമോടാ? 1, 2, 3, 8. 8 ഡിജിറ്റ്സ്. 1.25 കോടി നിന്റെ കയ്യിലുണ്ടെന്ന് കരുതുക. നിന്റെ സ്വന്തം, യുവർ ഓൺ ഫക്കിംഗ് മണി. ഓക്കെ? പെട്ടെന്നൊരു ദിവസം മൊത്തം ക്യാഷ് മോഷണം പോയി. നീ എന്ത് ചെയ്യും? പോലീസിൽ പറയും. പോലീസിൽ പറയും നോ, നോ, അത് പറ്റില്ല. കാരണം നീയും പോലീസുമായി അത്ര നല്ല ബന്ധമല്ല. വേറെ എന്ത് ചെയ്യും? 1.25 കോടി ഒരുത്തിന് ഒളിപ്പിക്കാനുള്ള സ്ഥലങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ? സപ്പോസ് നീ അവനെ പോയി കണ്ടുപിടിച്ചു, ഇനി എന്ത് ചെയ്യും? കൊള്ളാടാ മോനെ, നല്ല ട്രൈ എന്ന് പറഞ്ഞ് അഭിനന്ദിക്കൂ, അതോ തട്ടുവോ? അയ്യേ, തട്ടിയ പിന്നെ എന്ത് ത്രില്ല്? ഞാനാണെങ്കി 1.25 കോടിയും കൊണ്ട് തിരിച്ചു പോരുമ്പോ മോഷ്ടിച്ചവന്റെ കണ്ണോ ഒരു ചെവിയോ 4-5 വിരലുകളോ മറ്റോ എടുത്തോണ്ടെങ്കിൽ പോരും. ഇങ്ങനെ ഞാൻ ചാർലി. എന്റെ എംപ്ലോയർ മിസ്റ്റർ ക്രിസ്റ്റിയുടെ 1,75,00,000 പോയി. പുള്ളി അത് തിരികെ എടുക്കാൻ എന്നെ ഏൽപ്പിച്ചു. ഞാൻ നിനക്കൊരു 1.5 ദിവസത്തെ സമയം തരും, 36 മണിക്കൂറുകൾ. നിന്റേതല്ലാത്ത എന്തെങ്കിലും നിന്റെ കൈവശമുണ്ടെങ്കിൽ അതിനുള്ളിൽ തിരികെ ഏൽപ്പിക്കുക. എന്നാ പോലും നിന്റെ ജീവന്റെ കാര്യത്തിൽ ഞാൻ യാതൊരു ഉറപ്പും തരില്ല. കാരണം നീ കളിച്ചത് ക്രിസ്റ്റിയോടാണ്, ക്രിസ്റ്റഫർ മോറിയാർട്ടിയോട്. $1.25 കോടി? ഏത് രൂപ? ഷാനെ, ഏത് രൂപ എത്ര രൂപ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം.
അയാൾ ആരാന്നുള്ളതാണ് ഈ പറഞ്ഞ ചാർലി. ചാർലി? പക്ഷെ ഇവനീ പറയുന്നത് അയാളെ പറ്റി തന്നെയാണോ? എടാ ഇത് ആ ചാർലി തന്നെയാടാ. അല്ലെങ്കിൽ അയാൾ ക്രിസ്റ്റഫറിന്റെ പേര് പറഞ്ഞെന്തിനാ? എടാ ഞാൻ അറിഞ്ഞിടത്തോളം ഈ ക്രിസ്റ്റഫർ അത്ര ചെറിയ സെറ്റപ്പ് ഒന്നുമല്ല. ഇപ്പൊ നിനക്ക് ക്രിസ്റ്റഫറിനെ കുറിച്ച് എന്തറിയാം? 3 വർഷം മുമ്പ് എന്റെ സീനിയർ അൻവർ അബ്ദുള്ള സാർ ഇയാളെ കുറിച്ചൊരു ഫീച്ചർ സബ്മിറ്റ് ചെയ്തു. പേടി കാരണം എഡിറ്റോറിയൽ സെക്ഷനിൽ ആരും സപ്പോർട്ട് ചെയ്തില്ല, ആ ഫീച്ചറും പുറത്തു വന്നില്ല. 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കണ്ടു പുള്ളി അപ്പാർട്ട്മെന്റിൽ തൂങ്ങി കിടക്കുന്നത്. It was a murder. They killed him. പക്ഷേ ഈ ചാർലി തന്നെ നേരിട്ട് വരണമെങ്കിൽ എടാ വിനു സത്യം പറയടാ, ഞങ്ങൾ അറിയാത്ത വല്ലതും ഉണ്ടോടാ? എബി ഞാൻ പറഞ്ഞ സത്യടാ. എനിക്കൊരു പൈസയുടെ കാര്യം അറിയില്ല. ഇയാളെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ പറയില്ലേ? ഇവിടാണ് അമ്മയും ദിവ്യൊക്കെ ആകെ പേടിച്ചിരിക്കുക. എനിക്കൊരു എത്തുമിടിയും കിട്ടത്തില്ല. എവിടായിരുന്നടാ നീ ഇന്ന് നടന്നുവല്ലോ അറിഞ്ഞോ? എന്താടാ സൈക്കിളെ, നിനക്കെന്തു പറ്റി? മിനു സോറിടാ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എനിക്കറിയില്ലായിരുന്നു. പൈസ എടുത്ത് ഞാനാടാ. ഏത് പൈസ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ സാറിനെ പ്രത്യേകം കൊണ്ടുവരണമായിരുന്നു. പക്ഷെ എന്നിട്ട് രാത്രിയിൽ ഞാൻ ഇന്റർനെറ്റ് കഫേയിലേക്ക് തിരിച്ചു പോയടാ. എടാ നിനക്ക് ഞങ്ങളോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നില്ലേ? എബി ഞാൻ പറഞ്ഞില്ലേ, പറ്റിപ്പോയടാ. ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് തോന്നിയത്. പിന്നെ വീട്ടിലെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. എന്നിട്ട് കാശ് വരാം. അത് ഞാൻ അപ്പയുടെ ടീ ഫാക്ടറി കൊണ്ടുവച്ചിട്ടുണ്ട്. ടീ ഫാക്ടറിയിലോ? സൈക്കിളെ നിനക്കെന്താ വട്ടുണ്ടോടാ? എടാ അതവിടെ സേഫാ. ടീ ഫാക്ടറിയിലെ ഗോഡൌണിന്റെ ബാക്കിലെ ഡ്രെയിനേജിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കാ. വാ പോവാം. നമുക്കിപ്പൊ തന്നെ പോയി പൈസ എടുക്കാം. നാളെ അവന്മാരൊരു മറങ്ങ് തിരിച്ചു കൊടുത്താൽ പ്രശ്നം തീർന്നില്ലേ? ഇപ്പോഴോ? ഈ രാത്രിയിലോ? രാത്രിയിൽ ടൗൺ മുഴുവൻ പോലീസായിരിക്കും, പിന്നെ അവന്മാരും ഉണ്ടാവും. നമ്മൾ ക്യാഷുമായിട്ട് വല്ല നൈറ്റ് പെട്രോളിന്റെ ഫ്രണ്ടിൽ പോയി പെട്ടാണ്ടല്ലോ, തീർന്നു. വിനു, അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഏതായാലും നേരെ ഒന്ന് വിളിക്കട്ടെ. ഇതുവഴി നോക്കി ഇവിടെ
ഷാനെ ബേബി കാശ് മിനു ഞാൻ എടാ കാശ് സൈക്കിൾ നാടകം കളിക്കലെ പന്നി പറയടാ എവിടാ കാശ്? മതിയായില്ലടാ നിനക്ക്. എന്നെ എന്റെ കുടുംബത്തെ പണയം വെച്ചിട്ടാ നീ കളിക്കുന്നത്, അതോർത്തോ? എടാ അമ്മ സത്യമായിട്ട് ഞാൻ കാശ് ഇവിടെ തന്നെയാ വെച്ചത്. എടാ ഇത്രയൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളോട് കള്ളം പറയൂ? പിന്നെ എവിടാ കാശ്? എനിക്കറിയില്ല. എടാ ഇവൻ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. ഈ ATM കൗണ്ടർ പോലെയുള്ള ആളില്ലാത്ത സ്ഥലത്ത് ഒരാൾ കൊണ്ടുവന്നിട്ട് പൈസ വെക്കും, മറ്റേ ആൾ വന്ന് കളക്ട് ചെയ്തിട്ട് പോകും. ഇങ്ങനെയാ അവരുടെ ഡീലിങ്സ്. എന്നിട്ട് ഇവൻ ഒളിപ്പിച്ച ക്യാഷ് എവിടെ? എടാ സത്യമായിട്ട് ഞാൻ ആ കാശ് അവിടെ തന്നെ വെച്ചത്. എന്നിട്ട് എവിടെ സൈക്കിളെ? എടാ പൈസ ട്രാക്ക് ചെയ്യാൻ അവർക്ക് ഒരുപാട് വഴികളുണ്ട്. ഒരു മൊബൈൽ ഫോൺ ബാഗിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ പോരെ. GPS നോക്കി അവർ ഈസി ആയിട്ട് ഇവന്റെ കുപ്പത്തൊട്ടിന്ന് പൈസ എടുത്ത് പോയിട്ടുണ്ടാവും. എടാ അങ്ങനെ അവർക്ക് ആ പൈസ കിട്ടിയെങ്കിൽ പിന്നെ അവർ എന്നെ തേടി വരൂ. എടാ ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടില്ല. തൽക്കാലം നമുക്ക് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം. എടാ എന്തിന്? നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. നന്നായിരിക്കും. എന്റെ വിനു, നീ മണ്ടത്തരം പറയില്ലേ? പോലീസിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. നീയും കേട്ടതല്ലേ ക്രിസ്റ്റഫറിനെ പറ്റി? എടാ എന്റെ പരിചയത്തില് കുറ്റാലത്തൊരു ലോഡ്ജ് ഉണ്ട്. എത്ര ദിവസം വേണമെങ്കിലും എനിക്ക് അവിടെ ഒരു മുറി കിട്ടും. അവിടെ നമ്മൾ സേഫാ. വിനു, ചാർലിയും കൂട്ടരും തേടുന്നത് നിന്നെ ആയിരിക്കും. ഇവിടുന്ന് പൈസ എടുത്തവരാരായാലും അവര് സൈക്കിളിനെയും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഏതായാലും ഒരുമിച്ച് പോണ്ട. നീ എന്റെ കൂടെ വാ. ഷാനെ, നീ വിനുവിനും കൂട്ടി അങ്ങോട്ട് വിട്ടോ. ജെസ്സിയോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം. എടാ പിന്നെ നിന്റെ അമ്മയും പെങ്ങളെയും സേഫ് ആയൊരു സ്ഥലത്തേക്ക് മാറ്റണം. എടാ ഇപ്പൊ ഇതല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ലടാ. ആ എബി, ആ ഞങ്ങൾ ഇറങ്ങിയടാ. അടൂരിന്ന് റൈറ്റ് അല്ലേ? ആ അങ്ങനെ തന്നെ വരുന്നത്. പോടേ. ഓക്കെ. എനിക്ക് മനസ്സിലാകുന്നില്ല, നമ്മളിവിടുന്ന് മാറിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമോ? ഇനി മാറി നിൽക്കാന്ന് വെച്ചാൽ എത്ര നാൾ മാറി നിൽക്കും? എടാ എത്ര നാളായാലും ഈ പൈസ എവിടെ നിന്ന് കിട്ടാനാ? ആ അമ്മ, നിങ്ങളെവിടെ എത്തിയോ? ഇല്ല, ഞങ്ങൾ കുറ്റാലം എത്തുന്നേ ഉള്ളൂ. ആ ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട, റേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ ശരി അമ്മേ, ഞാൻ വിളിച്ചോളാം.
അന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് സാർ. അന്ന് ഞാനും വിനുവും സെപ്പറേറ്റ് ആയതിനു ശേഷം അവർക്കെന്ത് സംഭവിച്ചെന്ന് അവരെവിടെയാണെന്ന് എനിക്കൊന്നും അറിയില്ല സാർ. പിന്നെ ഞാൻ വിനുവിനെ കാണുന്നത് ഇന്നലെ രാത്രിയിലാണ്. റിലാക്സ് ഷാൻ, റിലാക്സ്. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. ഇവിടുത്തെ കോൺവെന്റ് ഹെഡിനെ ഒന്ന് കാണുമായിരുന്നു. ഫാദർ റൂബനാണ് ഇവിടുത്തെ ഹെഡ്. അച്ഛൻ 1 മാസമായിട്ട് ചില ഹെൽത്ത് പ്രോബ്ലംസ് ആയി ട്രീറ്റ്മെന്റിലാ. ഇവിടുത്തെ ഇപ്പോഴത്തെ ഇൻചാർജ് സിസ്റ്റർ വെറോണിക്കയാണ്. ആ റൈറ്റിൽ കാണുന്ന ഫസ്റ്റ് റൂം അസിസ്റ്റന്റേത്. താങ്ക് യു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും. ഇരിക്കൂ. താങ്ക്സ്. എന്താ? എന്റെ പേര് ഡേവിഡ്. യൂണിവേഴ്സിറ്റി കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറാണ്. ഞാൻ വന്നത് എന്റെ ഒരു പഴയ സ്റ്റുഡന്റിനെ ഒന്ന് കാണാനാ. എബനീസർ. എബി അവനിപ്പോ ഇവിടെ ഇല്ലല്ലോ. ഇല്ലാന്ന് പറയുമ്പോ ഹാസ് ഹി ഗോൺ ഔട്ട്? ഞാൻ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. നോ സർ, എബി 2 ദിവസം മുൻപേ വെക്കേറ്റ് ചെയ്തു. ഇവിടുത്തെ ഒരു കുട്ടിക്കൊപ്പം, ജെസ്സി. അവരുടെ കല്യാണം കഴിഞ്ഞു. രജിസ്റ്റർ മാരേജ് ആയിരുന്നു. ജെസ്സി? എബി ജെസ്സിയെ കല്യാണം കഴിച്ചോ? ഐ നോ സർ. ഞങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ഒരിക്കൽ പോലും അവർക്കിടയിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉള്ളതായി ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല. ജോലി കിട്ടിപ്പോയതിനു ശേഷം 2 ആളും പുറത്തായിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ചയാ വന്നത്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായി കുട്ടികൾ 2 ആളും എന്തോ ടെൻഷനിലായിരുന്നു. സംസാരവും മറ്റും നന്നേ കുറവ്. എബി കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് വന്ന് ജെസ്സി ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും പറഞ്ഞു. പെട്ടെന്ന് അവളെയും കൂട്ടി വെക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ ഫോർമാലിറ്റീസും റെഡിയാക്കി.
അമ്മമാരോട് യാത്ര പോലും പറയാതെയാ പോയത്. പോവും മുമ്പ് സിസ്റ്റർ പ്രാർത്ഥിക്കണം എന്ന് മാത്രം കുട്ടികൾ പറഞ്ഞത്. നിങ്ങൾക്കും അതൊരു ഷോക്ക് ആയിരുന്നിരിക്കുമല്ലേ? തീർച്ചയായും ഒരു പരിധിവരെ അതങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ പോകുന്നതിന് മുമ്പ് ജെസ്സി ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ഇല്ല, പറഞ്ഞിട്ടില്ല. വെറുതെ എല്ലാരും അറിഞ്ഞ് ഇതൊരു ഇഷ്യൂ ആക്കണ്ട. ഇവിടുന്ന് ഇറങ്ങുമ്പോ കരയാതെ നോക്കാം. സാരല്ല, ഞാൻ വരുന്നത് നിന്റെ ഒപ്പം അല്ലേ? ഓക്കെ. അതിനുശേഷം അവര് കോണ്ടാക്ട് ചെയ്യാനോ മറ്റോ ശ്രമിച്ചോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പോകുന്നിടത്തെ അഡ്രസ് പോലും കുട്ടികൾ തന്നില്ല. ഓ, ഞങ്ങളുടെ കോളേജിലെ ഒരു അലുമിനി അസോസിയേഷൻ ഫംഗ്ഷന് വേണ്ടി എബിയെ ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. എനിവേ, ഞാൻ ഇറങ്ങട്ടെ സിസ്റ്റർ. ശരി. മേ ഗോഡ് ബ്ലസ് യു മൈ സൺ. താങ്ക് യു. താങ്ക് യു. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബാംഗ്ലൂരിലായിരുന്നു. തിരിച്ചു വന്നപ്പോഴാ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. എന്താ അമ്മേ, ശരിക്കും എന്താ പറ്റിയത്? കുറച്ചു നാളായിട്ട് അവൻ എന്തോ വിഷമത്തിലായിരുന്നു. വേറെ മതത്തിലുള്ള ഒരു കുട്ടിയുമായി ഇഷ്ടത്തിലാണെന്ന് ഒരിക്കൽ അവൻ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു പ്രണയ നൈരാശ്യത്തിന്റെ പേരില് വിനുവിനെ നന്നായിട്ട് അറിയാവുന്നോണ്ടാവും എനിക്കതങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതിന് അവർക്കിടയിൽ അങ്ങനെ ഒരു നിരാശയില്ലായിരുന്നു. ആ കുട്ടിയുടെ പേര് ജെസ്സി. ആ, ജെസ്സി. അവൾ അന്നും വിളിച്ചിരുന്നു. ഞാനാ ഫോൺ എടുത്തത്. ഹലോ. ആ, വിനു, നിനക്കാ ഫോൺ. വരുന്നു. ഹലോ. ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. നീ എന്താ പിന്നെ വിളിച്ചത്? ജെസ്സി, നീ വെറുതെ ടെൻഷൻ അടിച്ച് കുളവാക്കല്ലേ. വെക്കേറ്റ് ചെയ്തിട്ട് നീ അവൻ്റെ ഒപ്പം ഇറങ്ങിയാൽ മതി. ശരി, ഞാൻ അവിടെ ഉണ്ടാവും. അതിനുശേഷം ജെസ്സി ഇങ്ങോട്ട് വരികയോ മറ്റോ ചെയ്തിരുന്നു? ഇല്ല. ഓ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. അമ്മ ജീവിച്ചിരിക്കുമ്പോ മകന്റെ മരണം, അതുകൊണ്ടാവല്ലേ അമ്മേ അവനെ ഇങ്ങനെ സംസ്കരിക്കേണ്ടി വന്നത്? അമ്മയ്ക്ക് ശകുനത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അവന്റെ കാൽക്കൽ ഒരു തിരി തെളിയിക്കണം. മരിച്ച് 2 ദിവസം കഴിയുന്നല്ലേ ഉള്ളൂ. മറന്നു തുടങ്ങാറായിട്ടില്ലല്ലോ അമ്മേ ഒന്നും. ക്രിസ്മസ് ദിവസം രാത്രിയിൽ എബിയും ജെസ്സിയും ഓർഫനേജിൽ നിന്നും പുറപ്പെടുന്നു. ആ യാത്ര വിനുവിലേക്കാണെന്ന കാര്യം സിസ്റ്റർ വെറോണിക്ക അറിയുന്നില്ല. അതേ രാത്രി തന്നെ ഷാനും വിനുവും ഒരുമിച്ച് ബൈക്കിൽ പോകുമ്പോൾ ആക്സിഡന്റ്. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്നും വിനു മിസ്സിംഗ് ആകുന്നു. ആൻഡ് അഗെയിൻ ദ സെയിം നൈറ്റ് അവൻ ആത്മഹത്യ ചെയ്യുന്നു.
എന്റെ പാർക്കിംഗ് സ്പേസ് എവിടെടോ? ഇതിപ്പോ എത്രാമത്തെ തവണയാ? സോറി മാഡം, രാവിലെ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് ശ്രദ്ധിക്കാനൊത്തില്ല. ശ്രദ്ധിക്കാനൊത്തില്ല എനിക്ക് കേക്കണ്ട, എന്നോടൊന്നും പറയും വേണ്ട. വയസ്സുകാലത്ത് ഇയാളെ കൊണ്ടൊന്നും നടക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെ തനിക്ക് 4 കാശ് കിട്ടിക്കോട്ടെന്ന് കരുതിയാ പുതിയ സ്റ്റാഫിനെ വെക്കാതെ തന്നെ ഇത് ഏൽപ്പിച്ചത്. എന്നിട്ടിപ്പോ സോറി പോലും. മര്യാദയ്ക്ക് പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ താൻ നാളെ വരണമെന്നില്ല. അയ്യോ മാഡം പ്ലീസ്, ഞാൻ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരാം. മാഡം വെയിറ്റ് ചെയ്യണ്ട, ഞാൻ പാർക്ക് ചെയ്തോളാം. ചേട്ടാ, അവരുടെ വണ്ടി എന്റെ സ്പേസിൽ പാർക്ക് ചെയ്തോളൂ. അല്ല സാർ. സാരമില്ല, ഞാൻ പുറത്തിട്ടോളാം. ഓ വളരെ നന്ദിയുണ്ട് സാർ. അവരാ സൂപ്രണ്ട്. സാറ് വണ്ടി മാറ്റി തന്നില്ലായിരുന്നെങ്കിൽ അവരിന്ന് പൊല്ലാപ്പാക്കിയനെ. അല്ലെങ്കിൽ അവർക്ക് എന്നോട് കലിപ്പ. അതിന്റെ കൂടെ ഈ സൂപ്രണ്ടന്മാർക്കൊക്കെ ഒരു സ്ലോട്ട് ഫ്രീ ആക്കി ഇടാറുള്ളതല്ലേ ചേട്ടാ? എന്റെ പൊന്ന് സാറേ, 1 അല്ല 2 സ്ലോട്ട് ഞാൻ അവർക്ക് വേണ്ടി മാറ്റിയിടാറുണ്ട്. എന്നാലും വല്ല എമർജൻസിയോ മറ്റോ വന്നാ അവരോട് വണ്ടി മാറ്റിയിടാൻ പറയാൻ നമുക്ക് തോന്നത്തില്ല. ആ തള്ളക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. സൈമനേട്ടാ, ഒരാള് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റൊരാളെ സഹായിച്ച നമ്മൾ അയാൾ നല്ലവനാണെന്ന് പറയും. എന്നാൽ തിരിച്ചൊരു പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ മറ്റൊരാളെ സഹായിച്ച നമ്മൾ എന്നാ പറയും? അത് കൊള്ളാം. സാറ് പറ, ഞാൻ എന്ത് ഹെൽപ്പാ ചെയ്യേണ്ടത്? എന്നെ കൊണ്ട് ഒക്കുന്നതാണ് ഈ സൈമൺ ചെയ്തിരിക്കുന്നത്. ഓ, അങ്ങനെ പിടിപ്പത് പണിയൊന്നും അല്ല ചേട്ടാ. ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ ഞാൻ ഈ നഗരം മുഴുവൻ തെരഞ്ഞുകൊണ്ടിരിക്കുക. ഇയാളെ ഈ ഹോസ്പിറ്റലിലോ പരിസരങ്ങളിലോ കണ്ടതായിട്ട് ചേട്ടൻ ഓർക്കുന്നുണ്ടോ? ഇയാളെ ഉണ്ട്. ഇയാളൊരു 3-4 ദിവസം അല്ല പല തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഓ, ഇയാൾ എന്തിനായിരിക്കും ഇവിടെ വന്നതെന്ന് ചേട്ടനറിയോ? എന്റെ സാറേ, എന്റെ ഡ്യൂട്ടി ഇതേ അതുവരെയുള്ളൂ. സാറ് റിസപ്ഷനിൽ ചോദിച്ചു നോക്ക്. പിന്നെ ഇയാളുടെ കൂടെ ഇവരാരെങ്കിലും ഉണ്ടായിരുന്നോ? ഇവരെ ആരും കണ്ടിട്ടില്ല സാർ. ശരി എന്നാ. എക്സ്ക്യൂസ് മീ, ഞാനിവിടെ അഡ്മിറ്റ് ആയ ഒരു ഫ്രണ്ടിനെ കാണാമെന്ന. പേര്? വിനു രാമചന്ദ്രൻ. എപ്പോ അഡ്മിറ്റ് ചെയ്തതാ? ഒരാഴ്ചയായി കാണും. ഓക്കെ. സോറി, ഈ പേരിൽ ഒരാൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. ഓ, ഇനിയിപ്പോ പേരിവിടെ രജിസ്റ്റർ ചെയ്യാതെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതായിരിക്കുമോ? നോ സർ, രജിസ്റ്ററിൽ എൻട്രി ചെയ്ത കാർഡ് എടുക്കാതെ ഡോക്ടറെ കാണാൻ പറ്റില്ല. ഐ സി. എന്തായി സാറേ? ഓ, ഒന്നും ആയില്ല ചേട്ടാ. എന്നാ സാർ ആ ലാബറട്ടറി കോംപ്ലക്സ് ഒന്ന് അന്വേഷിച്ച് നോക്ക്. പുള്ളി അങ്ങോട്ടാ പോയതെങ്കിൽ എൻക്വയറി രജിസ്റ്റർ പേര് വരാൻ സാധ്യതയില്ല. അതിന് പ്രത്യേക രജിസ്റ്റർ ഉണ്ട്. ഇതാ ആ കാണുന്ന ലാബറട്ടറി കോംപ്ലക്സ്. ഹായ്. യെസ്. എൻക്വയറി ചെന്നപ്പോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. വിനു രാമചന്ദ്രൻ എന്ന പേരിലൊരു പേഷ്യന്റ് കഴിഞ്ഞ ആഴ്ചയോ മറ്റോ എന്തെങ്കിലും ടെസ്റ്റുകൾക്കായി ഇവിടെ വന്നിരുന്നോ? സോറി സർ, ഹോസ്പിറ്റൽ പോളിസി പ്രകാരം പേഷ്യന്റിന്റെ ലാബ് ടെസ്റ്റ് ഡീറ്റെയിൽസ് തരാൻ ഡോക്ടറുടെ കൺഫർമേഷൻ ലെറ്റർ വേണം. എനിക്ക് ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് വേണമെന്നില്ല, അയാളുടെ വന്നിരുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. വിനു രാമചന്ദ്രൻ. ഇല്ല സർ, ഈ പേരിൽ ഒരാൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഓ, ഓക്കെ. ഇതിവിടുത്തെ നമ്പർ തന്നെയല്ലേ? അതെ, നമ്പർ ഇവിടുത്തെ തന്നെയാ. പിന്നെ നിങ്ങൾ ചോദിച്ച ആൾ ഇയാളാണോ? അതെ, അത് തന്നെയാണ് ആള്. ഇയാൾ ഒരു തവണ ഇവിടെ വന്നിരുന്നു ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യാൻ. ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് വെളിയിൽ വിടാൻ പാടില്ല എന്നാണ് നിങ്ങളുടെ ഹോസ്പിറ്റൽ പോളിസി എന്നല്ലേ കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞത്? അതൊക്കെ അങ്ങനെ തന്നെ. ഇതിപ്പോ പറയാൻ കാരണം ഇയാളുടെ സാമ്പിൾ ഇവിടെ ടെസ്റ്റ് ചെയ്തില്ല, അതുകൊണ്ട് ഇത് ഒഫീഷ്യലൊന്നും അല്ലല്ലോ. എന്തേ ഇയാളുടെ ബ്ലഡ് ഇവിടെ ടെസ്റ്റ് ചെയ്തില്ല? അതിനയാൾക്ക് സ്വന്തം ബ്ലഡ് ആയിരുന്നില്ല ടെസ്റ്റ് ചെയ്യേണ്ടത്. ബ്ലഡ് സാമ്പിൾ പുള്ളി കൊണ്ടുവന്നിരുന്നു.
അതിൽ രക്തം കട്ടയാകാതിരിക്കാനുള്ള ഒരു ആന്റികൊയാഗുലിൻ ചേർത്തിരുന്നു. ഫോറിൻ എലിമെന്റ്സ് ആഡ് ചെയ്ത സാമ്പിൾസ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാറില്ല. ഓ, അതിനുശേഷം അയാളോട് വന്നിരുന്നോ? ഇല്ല സർ. റൈറ്റ്, താങ്ക് യു. ഓക്കെ. ആഹാ, ഊണ് സമയം ആകുന്നതേ ഉള്ളൂ. ആ സാറേ, പെമ്പറന്നൂരുണ്ടാക്കിയ ഫുഡാ. എന്താ കൂടുന്നോ? ദോഷം പറയരുതല്ലോ, നല്ല കൈപ്പുണ്യ. ഓ ഇല്ല സൈമനേട്ടാ, ഇനിയും പണി ബാക്കിയുണ്ട്. ഇവിടെ അടുത്തെവിടെ ഒരു ലബോറട്ടറി ഉള്ളത്? ഈ ലോക്കൽ സെറ്റപ്പേ എല്ലാ വലിയ ആശുപത്രികൾക്കും അടുത്തും ഉണ്ടാവുമല്ലോ, അതുപോലെ ഒരെണ്ണം. ആ ഉണ്ട്, റൈറ്റ് തിരിഞ്ഞ് മൂന്നാമത്തതാ. അർച്ചന ആര്യന്നോ മറ്റോ പേര്. ആഹാ, കലക്കി, കൈപുണ്യം. അയ്യോ, 29 പറ്റില്ല. എന്താ ചെയ്യാൻ പറ്റാൻ നോക്കാം. പിന്നെ അയ്യടാ, വാ വാ, ഞാൻ വെച്ചിട്ടുണ്ട് നിനക്ക്. എന്നിട്ട് എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്, ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ. ഡേവിഡ് എബ്രഹാം IPS, ക്രൈം ബ്രാഞ്ച്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ. സിറാം, ഇതൊരു ഇല്ലീഗൽ സ്ഥാപനമാണെന്നും ഒരു ഹോസ്പിറ്റൽ ലാബിലും ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സ്ഥലമാണെന്നും എനിക്കറിയാം. ജെൻഡർ ടെസ്റ്റ് മുതൽ നിയമവിരുദ്ധമായ പലതും ഇവിടെ നടക്കുന്നു. പക്ഷെ അതൊന്നും ചോദിക്കാനല്ല ഞാൻ വന്നത്. പേടിച്ചു പോയോ? പേടിച്ചു പോയോ? ഒരു ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു സസ്പെക്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്താനായി ഇവിടെ വന്നിരുന്നോ എന്ന് എനിക്കൊരു സംശയം. ഇതാണ് ആള്. ഇയാളെ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവൻ സാർ, കഴിഞ്ഞ ആഴ്ച കുറെ തവണ ഇവനിവിടെ വന്നിട്ടുണ്ട്. കുറെ തവണ എന്ന് പറയുമ്പോ ഒരു 4-5 തവണ. വരുമ്പോഴൊക്കെ ഓരോരോ ബ്ലഡ് ഗ്രൂപ്പ് സാമ്പിൾ ടെസ്റ്റ് ചെയ്യാനാ കൊണ്ടിരുന്നേ. ആഹാ, ആ ടെസ്റ്റ് റിസൾട്ട്സ് എനിക്ക് ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, ഇപ്പൊ തന്നെ കൊണ്ടുവരാലോ. സർ, ഈ ഫയലിന്റെ ഒരു കോപ്പി എനിക്ക് തരൂ. സാറ് വെച്ചോളൂ, ഇവിടെ ഞങ്ങൾ അങ്ങനെ റെക്കോർഡ്സ് ഒന്നും സൂക്ഷിക്കാറില്ല. ആഹാ, താങ്ക് യു. എന്റെ നമ്പറാ, മിസ്ഡ് കോൾ അടിച്ചാ മതി. വിനു ചെയ്ത കാര്യങ്ങളിലെ ദുരൂഹത വെച്ച് നോക്കുമ്പോ അവൻ ഉറപ്പായും പണത്തിന് ആവശ്യമുണ്ടായിരുന്നിരിക്കണം. അങ്ങനെ വരുമ്പോ അവന്റെ ATM കാർഡിലെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ലീഡ്സ് ആണ്. ഈ ഉടമസ്ഥനില്ലാത്ത ATM കാർഡിന്റെ ഡീറ്റെയിൽസ് ഒപ്പിക്കല് വലിയ ചടങ്ങാ. സാരമല്ല, ഞാൻ എന്റെ വഴിക്ക് ഒന്ന് നോക്കട്ടെ. ബട്ട് യു നോ വാട്ട് ഇസ് ഇൻട്രസ്റ്റിംഗ്? കഴിഞ്ഞ ഒരാഴ്ചയായി വിനു ഇതേ നഗരത്തിലുണ്ടായിരുന്നു. അതിനിടയിൽ 6 പ്രാവശ്യം അവൻ ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യാനായി അംഗീകാരമില്ലാത്ത ലബോറട്ടറി തേടി ചെന്നു. 28 സാമ്പിളുകൾ. A പോസിറ്റീവ്, B പോസിറ്റീവ്, AB പോസിറ്റീവ്, O പോസിറ്റീവ് എന്നിങ്ങനെ എല്ലാ സാധാരണ ഗ്രൂപ്പുകളും റിപ്പീറ്റ് ചെയ്യുമ്പോഴും അവൻ വീണ്ടും വീണ്ടും വന്നു. സ്വന്തമായി കളക്ട് ചെയ്ത ബ്ലഡ് സാമ്പിൾസിന്റെ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റിന് വേണ്ടി. അറ്റ് ലാസ്റ്റ് ആ ക്രിസ്മസ് ദിവസം വിനു തുടർച്ചയായ ലാബിലേക്ക് പോയ 7ാമത്തെ ദിവസം
അവന്റെ കൈവശം വളരെ റയറായ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. O നെഗറ്റീവ്. അവന്റെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ്. അതിനുശേഷം വിനു ആ ലാബിലേക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അന്ന് രാത്രിയിലാണ് അവൻ ആത്മഹത്യ ചെയ്തത്. എനിക്കുറപ്പാണ് അവൻ സ്വന്തം ബ്ലഡ് ഗ്രൂപ്പുമായി സാമ്യമുള്ള ഒരു ബ്ലഡ് സാമ്പിൾ തിരയുകയായിരുന്നു. പക്ഷെ 6 ദിവസം നീണ്ടുനിന്ന ആ തെരച്ചിൽ 7-ാം നാൾ ജനറൽ ഹോസ്പിറ്റലിന്റെ മോർച്ചറിയിൽ അവസാനിച്ചു. ആറ് ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ച ദൈവം വിശ്രമിച്ച 7-ാം നാൾ, the 7th day. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. വരട്ടെ 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 വരട്ടെ. മതി മതി. നമസ്കാരം സാർ. മോർച്ചറി എവിടെയാണോ? ഇതാ അവിടെ. എന്താ? ഇയാൾ ഇവിടെ കുറഞ്ഞത് 4 പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടാ നിങ്ങൾ ഇയാളെ അകത്തേക്ക് കയറ്റിവിട്ടത്? അത് സാർ, ഇയാളുടെ സുഹൃത്ത് മിസ്സിംഗ് ആയിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഇയാൾ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വരുമായിരുന്നു. എന്നിട്ട് ആദ്യമൊന്നും ഞാൻ സമ്മതിച്ചില്ല. പിന്നെ എന്തു പറ്റി? ഇയാൾ നിങ്ങൾക്ക് എന്തെങ്കിലും തന്നോ? അത് പോട്ടെ. ഈ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇവിടെ നിന്നൊരു ബോഡി മോഷണം പോയിരുന്നോ? ഇല്ല ഇല്ല സാർ. എന്നല്ലല്ലോ നിങ്ങളുടെ മുഖം പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2 ദിവസം മുമ്പ് വിനു രാമചന്ദ്രൻ എന്ന ഈ ചെറുപ്പക്കാരൻ അവസാനമായി ഇവിടെ വന്ന ദിവസം O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു ബോഡി ഇവിടെ നിന്ന് മോഷണം പോയി. 24 മണിക്കൂറിനകം മോഷ്ടിച്ചവന്റെ ബോഡിയും ഇവിടെ തന്നെ എത്തി. അതിന്റെ ബ്ലഡ് ഗ്രൂപ്പും O നെഗറ്റീവ്. ഇത്രയും എനിക്കറിയാമെങ്കിൽ തോൽവി എത്ര അടുത്ത് നിൽക്കുമ്പോഴാണ് പരാജയം സമ്മതിച്ച് പിന്മാറേണ്ടതെന്ന് നിങ്ങൾക്കും അറിയാമായിരിക്കുമല്ലോ പീറ്റർ. സാർ, എനിക്കൊന്നും അറിയില്ല. എനിക്ക് പകൽ മാത്രമേ ഡ്യൂട്ടി ഉണ്ടാകാറുള്ളൂ. പക്ഷേ അന്ന് രാത്രി സാറേ, അതൊരു ആംബുലൻസ് ഒന്നും അല്ലായിരുന്നു. പിന്നെ ഇവന്റെ മുഖം, അത് ഞാൻ വ്യക്തമായി കണ്ടതാണ്. വിനുവിന്റെ ATM ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പറയാം. ഡിസംബർ 20 മുതൽ 24 വരെ അവൻ വിഡ്രോ ചെയ്തത് ഓരോ ദിവസവും 40,000 രൂപ. ഡിസംബർ 25-ന് 18,500. ഇപ്പോഴത്തെ അക്കൗണ്ടിലെ ബാലൻസ് 133 രൂപ. ഓക്കെ. ഇല്ല, ഞാൻ ഓർക്കുന്നില്ല. ഡോക്ടറാണ് ഇവന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം. ഓ, ആ സൂയിസൈഡ് കേസ്. ഇപ്പോ ഓർക്കുന്നു.
ആ ബോഡി ടോട്ടലി മ്യൂട്ടിലേറ്റഡ് ആയിരുന്നല്ലോ. മാത്രമല്ല ശരീരത്തിന് മുഴുവൻ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്കുറപ്പില്ല. അല്ലാതെ ഡോക്ടർക്ക് ഇവനെ അറിയില്ല? വാട്ട് യു മീൻ? ഒട്ടും വികൃതമാകാത്ത ഒരു ശരീരത്തോടെ, മുഖത്തോടെ നിങ്ങൾ ഇവനെ കണ്ടിട്ടില്ലേ? ഉണ്ട്. നിങ്ങൾ ഇവനെ ജീവനോടെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇവനെ ജീവനോടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. വികൃതമായ ശരീരം വിനുവിന്റേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങളെ സഹായിച്ച ആ ടാറ്റു, നിങ്ങളുടെ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഐഡന്റിഫിക്കേഷൻ മാർക്കിന് വെറും മണിക്കൂറുകളുടെ പഴക്കമേ ഉണ്ടായിരുന്നുള്ളൂ. ടു ബി പ്രിസൈസ്, അത് ധൃതിയിൽ പച്ചകുത്തിയ ഒരു ഇമിറ്റേഷൻ ടാറ്റു ആയിരുന്നു. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കാണാതായ ഒരു ബോഡി, ഒരിക്കൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബോഡി, അതെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്ത് ഒരേ ബ്ലഡ് ഗ്രൂപ്പിന്റെയും ശരീരത്തിൽ കണ്ട ആ ടാറ്റുവിന്റെയും അടിസ്ഥാനത്തിൽ ദാ ഇവന്റേതാണെന്നും പറഞ്ഞ് സർട്ടിഫൈ ചെയ്ത് തള്ളാൻ എത്രയായിരുന്നു ഡോക്ടർ നിങ്ങൾക്ക് കിട്ടിയത്? Are you mad? ശരി, ബാക്കിയും ഞാൻ തന്നെ പറയാം. ഇതിനൊക്കെ മുമ്പ് വിനു നിങ്ങളെ കാണാൻ വന്നിരുന്നു, നിങ്ങളുടെ വാച്ച്മാൻ സാക്ഷി. വിനു മരിച്ചു എന്ന് നിങ്ങൾ പറയുന്ന ആ ദിവസത്തിന് തൊട്ട് മുമ്പ് അവന്റെ ATM കാർഡ് ഉപയോഗിച്ച് ഓരോ ദിവസവും പിൻവലിക്കാനാകുന്ന മാക്സിമം എമൗണ്ടായ 40,000 രൂപ വീതം അവൻ 5 ദിവസം പിൻവലിച്ചിരുന്നു. അതിൽ നിന്ന് എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നാണ് ഡോക്ടർ ഞാൻ ചോദിച്ചത്. മിസ്റ്റർ, എനിക്ക് നിങ്ങളെ അറിയാം. എന്തിനും ഏതിനും പോന്ന നിങ്ങളുടെ ശീലങ്ങളെക്കുറിച്ചും അതുകൊണ്ട് മാത്രമാണ് ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നത്. പക്ഷെ സത്യം നിങ്ങൾ തേടുന്നതിനും അപ്പുറമാണ്. ഈ രംഗത്തെ എന്നെ നിങ്ങൾക്കറിയില്ല. അതാണ് നിങ്ങൾ ഇത്രയും തുച്ഛമായ വില എനിക്കിട്ടത്. എന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും കഴിവും മുഴുവനായി നിങ്ങളുടെ മുമ്പിൽ പണയം വെച്ച് ഞാൻ പറയുന്നു, ഇറ്റ് വാസ് എ പ്യുവർ കേസ് ഓഫ് സൂയിസൈഡ്. അയാൾ പാറയിൽ തലയിടിച്ചാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 12 അടുപ്പിച്ചാണ് മരണം സംഭവിച്ചത്. പിന്നെ കയ്യിലെ ടാറ്റു, അതിന് ചുരുങ്ങിയത് ആഴ്ചകളുടെയെങ്കിലും പഴക്കമുണ്ട്. ആൻഡ് നോ, ഇറ്റ്സ് നോട്ട് എൻ ഇമിറ്റേഷൻ. പിന്നെ മരണപത്രത്തിലെ ഒരു ഡോക്ടറുടെയും വരികൾ അന്തിമമല്ല. ദാ എപ്പോൾ വേണമെങ്കിലും ഒരു റീപോസ്റ്റ്മോർട്ടം അതുണ്ടാവാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ആ റിപ്പോർട്ടിലെ ഒരു വരി പോലും തിരുത്തപ്പെടാൻ പോകുന്നില്ല. ട്രൈ യുവർ ലക്ക് മാൻ. പരീക്ഷിച്ചു നോക്കാം നിങ്ങൾക്ക്. പക്ഷെ ഒന്നേ ഉറപ്പിച്ച് പറയാം, മരിച്ചത് അയാൾ തന്നെയാണ്. നിങ്ങളുടെ ഈഗോയ്ക്ക് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് യു ആർ കംപ്ലീറ്റ്ലി മിസ്റ്റേക്കൺ. ഇവിടെ നിങ്ങൾ തോൽക്കുകയാണ്. ശരി ഡോക്ടർ, ആസ് യു സെഡ്, ഐ മൈറ്റ് ബി മിസ്റ്റേക്കൺ. പക്ഷെ ഇനിയും ഒരിക്കൽ കൂടി എനിക്കിതിലൊരു സംശയമുണ്ടായാൽ ഒരു റീപോസ്റ്റ്മോർട്ടം ഉറപ്പായും ഉണ്ടാകും. അപ്പൊ നമ്മൾ തമ്മിൽ ഒന്നുകൂടി കാണേണ്ടി വരും. അന്ന് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുക ഈ രീതിയിലാവില്ല. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. യു സീ ദി ഐറണി, ഡോണ്ട് യു? 3 പേരും തോറ്റുപോയവരാണ്. അതുകൊണ്ട് പൊരുതി തോറ്റാലങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ. പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഐ ഓൾവേസ് പ്ലേ ടു വിൻ. രാത്രി 11 മണിക്ക് ഞാൻ വരും. ഒരു ഡെഡ് ബോഡി റെഡിയാക്കി വെക്കണം. ശരി. പക്ഷെ സാർ, പിന്നീട് 3 മണിക്കൂർ കഴിഞ്ഞ് കൊണ്ടുപോയ ബോഡി ആവശ്യം വന്നില്ല, തിരികെ എടുത്തോളൂ.
എനിക്കൊറ്റയ്ക്കാവത്തില്ല. പറ്റണം. തന്ന പണം തിരിച്ചു തരണ്ട. പാതിരാത്രി മനുഷ്യൻ മിസ്റ്റർ ഷാൻ ശേഖർ. ഐ എം വിക്ടർ, നോർത്ത് CI. നമുക്ക് കുറച്ച് സംസാരിക്കണമല്ലോ. കേറ്. ഷാൻ, അന്ന് നീ എന്നോട് പറഞ്ഞു നിർത്തിയ കഥയുടെ തുടർച്ച അറിയാൻ ഞാൻ ഒരുപാട് വഴികളിലൂടെ സഞ്ചരിച്ചു. പക്ഷെ ഇപ്പൊ എനിക്കറിയേണ്ടത് ആ തുടർക്കഥയുടെ നിന്റെ വശമാണ്. അതിന് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ഷാൻ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. വല്ലാതെ പേടിക്കുന്നത് കൊണ്ടാണോന്നറിയില്ല, നീ സത്യമേ പറയൂ. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഷാൻ. വിനുവിന്റെ മരണം, അതാണ് ഇപ്പൊ എന്നെയും നിന്നെയും അലട്ടുന്ന പ്രശ്നം. വിനുവും നീയും പിരിയുന്നത് മുതൽ കഴിഞ്ഞ ക്രിസ്മസ് രാത്രി നിങ്ങൾ ഒരുമിച്ച് ഒരു ബൈക്കിൽ എന്റെ ജീപ്പിന് മുന്നിലെത്തുന്നത് വരെ നീ പറയണം. പറയാം സർ. സാറിന് കേൾക്കേണ്ടതല്ല ഞാൻ പറയാം. But I need your help. I can't take it anymore. ആക്സിഡന്റിന് ശേഷമുള്ള രാത്രി രക്ഷപ്പെടുന്നതിൻ്റെ ഇടയിൽ എൻ്റെ പിന്നിൽ ആരാണെന്നോ വിനു എവിടെ പോയെന്നോ ഒന്നും ഞാൻ ആലോചിച്ചില്ല. എനിക്കതിന് കഴിഞ്ഞില്ല സർ. ഞാൻ തീർത്തും ഒറ്റപ്പെടുകയായിരുന്നു. പിറ്റേ ദിവസം ഞാൻ അങ്ങനെയൊക്കെയോ കുറ്റാലത്തുള്ള ലോഡ്ജിലെത്തി. അവരാരോടെ ഉണ്ടായിരുന്നില്ല സർ. ഞാൻ അവിടെ നിന്ന് ഗ്രീൻ മെഡോ ഓർഫനേജിലേക്കും വിനുവിന്റെ സൈക്കിളിന്റെ വീട്ടിലേക്കും ഫോൺ ചെയ്തു. അവരാരോടെ എത്തിയിട്ടില്ലെന്നും അവരിതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ലെന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുശേഷം ഒരുപാട് തവണ ഞാൻ ഫോണിൽ ട്രൈ ചെയ്തു. അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു സർ. ബട്ട് ആ ക്രിസ്മസ് രാത്രി പാരസെറ്റമോൾ 2 സ്ട്രിപ്പ്. താങ്ക്സ്. എവിടെയായിരുന്നു ഇത്ര നാള്? എവിടെ? മറ്റുള്ളവരൊക്കെ എവിടെ? പറയണോ? ഞാൻ ചോദിക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ പറയാം. ഓക്കെ. ആരാടത്? ഷാനെ ഞാൻ പറയുന്നു. ആരാന്ന്? ഞാൻ പറയാം, നീ വണ്ടി എടുക്ക്. ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? എബി സൈക്കിളൊക്കെ എവിടെയാടാ? ഷാനെ നീ ഒന്ന് സമാധാനപ്പെട്.
ഞാൻ എല്ലാം പറയാം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ പോടാ. എല്ലാം. നീ ഒന്ന് വണ്ടി വേഗം വിടാം. ഷാൻ, ഇപ്പോഴും എന്റെയും നിന്റെയും മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. പക്ഷെ ഇപ്പോഴത്തെ നിന്റെ ആവശ്യം ഇസ് പ്രൊട്ടക്ഷൻ, സുരക്ഷ. And I can provide you that. ഇതല്ലേ ഷാൻ നീ പറഞ്ഞ ചാർലി? യെസ് യെസ് സർ. 2 ദിവസം നീ എനിക്ക് തരൂ. 48 മണിക്കൂറുകൾ. അതിനുള്ളിൽ നിന്നെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും തീരും. യു കൻ ട്രസ്റ്റ് മീ ഷാൻ. യു കൻ ട്രസ്റ്റ് മീ. ഇവനെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? അവനതിന് പുതുതായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. വിക്ടർ, ഇവർ 4 പേരിൽ ഒരാൾ, വിനുവിന്റെ പ്ലാനിനെ പറ്റി എല്ലാം അറിയാമായിരുന്ന ഒരാൾ, അയാളാണ് വിനുവിന്റെ മരണത്തിന് പിന്നിൽ. അവൻ മരിച്ച ശേഷം അവന്റെ ബോഡി മോർച്ചറിയിൽ എത്തിച്ചതും അയാൾ തന്നെ ആയിരിക്കണം. അതാരാണെങ്കിലും അയാളാണ് അന്ന് രാത്രി ഒറ്റ ഹെഡ്ലൈറ്റുള്ള ആ വാൻ ഓടിച്ചിരുന്നത്. ഇതിൽ കാണുന്ന 4 പേരിൽ ഒരാളാണെന്ന് നമ്മളങ്ങനെ തറപ്പിച്ച് പറയുക? ദർ ആർ ലോട്ട് ഓഫ് അതർ പോസിബിലിറ്റീസ്. ഈ 4 പേരും അല്ലാതെ നമ്മളറിയാത്തൊരു 5-ാമനുണ്ടെങ്കിലോ? നമുക്കിതൊന്ന് അനലൈസ് ചെയ്യാം വിക്ടർ. ആദ്യം ഷാൻ ഷെഹർ. ഒബ്വിയസ്ലി അവനാവില്ല ആ വണ്ടി ഓടിച്ചത്. കാരണം അന്ന് രാത്രി ഞാൻ ആദ്യമായി ഷാനിനെയും വിനുവിനെയും കണ്ടുമുട്ടുമ്പോ അവരൊരുമിച്ച് ഒരു ബൈക്കിൽ എന്റെ ജീപ്പിന്റെ മുന്നിലുണ്ടായിരുന്നു. അതേ സമയം ആ വാൻ അതേ റോഡിൽ എന്റെ ജീപ്പിന്റെ പിന്നിലുണ്ടായിരുന്നു. സോ ഇനി ബാക്കിയുള്ളത് സൈക്കിൾ, ജെസി, എബി. എബി ഗ്രീൻ മെഡോ ഓർഫനേജിലെ സിസ്റ്റർ വെറോണിക്ക പറഞ്ഞത് പ്രകാരം എബിയും ജെസിയും അവിടെ നിന്ന് ഇറങ്ങുന്നത് രാത്രി 10 മണിക്കാണ്. വിനു മരിക്കുന്നത് അതേ രാത്രി 12 മണിക്ക്. ഓക്കെ, ബട്ട് മരണം നടന്ന ഹിൽ ടോപ്പ് വാട്ടർഫാൾസിലേക്ക് ഓർഫനേജിൽ നിന്നും 1.25 മണിക്കൂർ നേരത്തെ ട്രിപ്പേ ഉള്ളൂ. തീർച്ചയായും 12 മണിക്ക് മുമ്പേ അവിടെ എത്തുക പോസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ശവം തിരികെ മോർച്ചറിയിൽ എത്തിച്ചതും എബി ആയിക്കൂടെ? ട്രൂ. 10 മണിക്ക് ഓർഫനേജിൽ നിന്ന് ഇറങ്ങിയ എബിക്ക് 12 മണിക്ക് മുമ്പ് ഹിൽ ടോപ്പ് വാട്ടർഫാൾസിലെത്താം. ബോഡി തിരികെ ഏൽപ്പിക്കാൻ മോർച്ചറിയിലേക്ക് പോവുകയും ചെയ്യാം. പക്ഷേ മോർച്ചറിയിലെ നൈറ്റ് വാച്ച്മാൻ പറഞ്ഞത് ബോഡി കൊണ്ടുപോയ ആൾ തന്നെയാണ് അത് തിരികെ കൊണ്ടുവന്നത് എന്നാണ്. ബോഡി കളക്ട് ചെയ്യാൻ അയാൾ ആദ്യം മോർച്ചറിയിലെത്തിയ സമയം രാത്രി 10:30. 10 മണിക്ക് ഓർഫനേജിൽ നിന്നിറങ്ങിയ എബിക്ക് അത് സാധ്യമല്ല. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ജെസ്സി. ഈ സിനാരിയോയിൽ ഇങ്ങനെ ഒരു ക്രൈം ചെയ്യാൻ ഏറ്റവും സാധ്യത കുറവ് അവൾക്കാണ്. കാരണം ഷീ ഹാസ് നോ മോട്ടീവ്. വിനുവിന്റെ മരണത്തിൽ അവൾക്ക് നേടാനായിട്ടൊന്നുമില്ല. നോ, നേടാനുള്ളതായി നമുക്കറിയില്ല. നമുക്കറിയാത്ത, ഷാനിനറിയാത്ത ഒരു മോട്ടീവ് അവൾക്കുണ്ടെങ്കിലോ? ഇറ്റ് ഈസ് സർട്ടൻലി പോസിബിൾ. പോസിബിൾ ബട്ട് നോട്ട് പ്രോബബിൾ. വൈ? ഓർഫനേജിൽ നിന്ന് ഇറങ്ങിയ സമയം മുതൽ എബിക്കൊപ്പം ഉണ്ടായിരുന്നു ജെസ്സി. ഇതിനിടയിൽ എബിക്ക് കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റി ജെസ്സിക്ക്, അതും നമ്മൾ ആരും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്തൊരു മോട്ടീവിന് വേണ്ടി. The chances are too slim. ഈ ജെസ്സിയെ കൂടി റൂൾ ഔട്ട് ചെയ്താ പിന്നെ സൈക്കിൾ, സിറിൽ സാമുവൽ. അന്നും ഇന്നും ഇവർക്കിടയിൽ പണത്തിന് ഏറ്റവും ആവശ്യമുണ്ടായിരുന്നവൻ. അതുകൊണ്ടാണല്ലോ വിനുവിന്റെ ഇന്റർനെറ്റ് കഫേയിൽ നിന്നും അവൻ ആ ബാഗും പൈസയും എടുത്തത്. അതുകൊണ്ടാണല്ലോ ഇതെല്ലാം ഉണ്ടായത്.
ആദ്യം സ്വന്തം ഫ്രണ്ട്സിൽ നിന്ന് പോലും അവനത് മറച്ചു വെച്ചു. ഇറ്റ് ഷോസ് us how desperate he is. ഡെസ്പറേഷൻ ആണ് വിക്ടർ ഒരു ഫ്രജൈൽ മൈൻഡിനെ ക്രൈമിലേക്ക് എത്തിക്കുന്നത്. ഹലോ, അതെ വിക്ടറാണ്. ആരാ? വേണ്ട, സ്റ്റേഷനിൽ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഈ കേസിന്റെ പേരിൽ ഞാനൊരു 3 വർഷം അകത്ത് കിടന്നല്ലേ സാറേ. സാധനം കണ്ട ഉടനെ പിടികിട്ടി. ഗ്രേഡ് 1 കൗണ്ടർ ഫീറ്റാ. ഈ സാധനം ഇവിടെ ഇട്ട് കളിക്കുന്നത് ക്രിസ്റ്റിയുടെ ആൾക്കാരാ. അതുകൊണ്ടാ ഞാൻ സാറിനെ കണ്ടോടനെ വിളിച്ചത്. സാധാരണ ഇത് അവരുടെ കയ്യിൽ നിന്ന് ലീക്കാവാറില്ല. ഏത് ബസ്സിനാ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്? വൈകുന്നേരം 8 മണിക്ക് ബാംഗ്ലൂരിലേക്കുള്ള എയർബസിലാ. ഒരു സിറിൽ സാമുവൽ. ചേട്ടാ എത്ര ഏട്ടാ? 100 രൂപ. സിറിൽ സാമുവൽ. കൂട്ടുകാരൊക്കെ എവിടെ? Welcome, Mr. Vinu Ramachandran. Welcome back from the dead. മരിച്ചുപോയ വിനു രാമചന്ദ്രൻ ഉയർത്തെഴുന്നേക്കുമ്പോൾ ആർക്കുമുണ്ടാകും അവനോട് ചോദിക്കാൻ ഒരു കെട്ട് ചോദ്യങ്ങൾ. ഇവിടേക്കുള്ള യാത്രക്കിടയിൽ ആ ചോദ്യങ്ങൾക്കുള്ള നുണകളും നീ സമർത്ഥമായി കണ്ടെത്തി കാണുമെന്ന് എനിക്കറിയാം. ബട്ട് യു ക്യാൻ സേവ് ഓൾ ദാറ്റ്. കാരണം പോലീസും കോടതിയും നീതിയും ന്യായവും ഈ കളത്തിന് പുറത്താണ് വിനു. ഇവിടെ നിന്റെ കഥ ഷാൻ എന്ന വ്യക്തിയെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി. So like I said, you have no restrictions. പറഞ്ഞു തുടങ്ങാം നിനക്ക് ബാധ്യതകളില്ലാതെ. വിനു, ഒന്നുകിൽ നീ അതിപ്പോ ഇവിടെ വെച്ച് പറയണം, അതല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് ഒരു ന്യൂസ് പേപ്പർ ഹെഡ്ലൈനിന്റെ താഴെ സംഭവിച്ചതെന്താണെന്ന് വായിച്ചറിയാൻ ഞാനും തയ്യാറാണ്. പക്ഷേ മരിച്ചുപോയ നിന്നെ 7 ദിവസം കൊണ്ട് ഇവിടെ എത്തിക്കാമെങ്കിൽ നീ പറയാനൊരുങ്ങുന്ന സത്യത്തിനും കളവിനും നടുവിലൂടെ ഇതിനോടകം ഒരുപാട് പ്രാവശ്യം ഞാൻ നടന്നു കാണുമെന്ന് നിനക്ക് ഉറപ്പിക്കാം. എന്നിട്ടും ഒരു നുണ കൂടി പറയാനുള്ള ആത്മവിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഗോ ഹെഡ്, ടേക്ക് മീ ഓൺ.
അന്ന് ചാർലിയുടെ നിന്ന് രക്ഷപ്പെട്ട ഞാൻ എങ്ങനെയോ കുറ്റാലത്തെ ലോഡ്ജിലെത്തി. വിനു എന്തുട്ടാ ഷാൻ എവിടെ? എബി, ആ ചാർലി നമ്മുടെ തൊട്ടു പിന്നാലെ ഉണ്ട്. ഞാൻ എങ്ങനെയൊക്കെ ഓടി അവരുടെ നിന്ന് രക്ഷപ്പെട്ടതാ. എന്നിട്ട് അവനെവിടാ? ഷാൻ എവിടെയെന്ന് എനിക്കൊരു പിടിയില്ലടാ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടില്ലാന്ന്. അവന്മാരുടെ കയ്യിലെങ്ങനെ അവൻ വീണ്ടും ചെന്ന് പെട്ടാ പിന്നെ ഹലോ, ആ പറ ആന്റി. നമ്മളിനി എന്ത് ചെയ്യൂടാ? ഓമാരൊക്കെ ഇന്നലെ വീട്ടിൽ കയറി സാധനങ്ങളൊക്കെ. അവന്മാർക്ക് നമ്മളെ പോരെ, എന്തിനാ വീട്ടിലേക്ക് കയറുന്നത്? നാളെ നേരം വെളുക്കും മുമ്പ് എവിടെയാണെങ്കിലും അവന്മാർ നമ്മളെ പൊക്കിയിരിക്കും. കൊണ്ടാറടക്കം ചത്താ മതിയായിരുന്നു. സൈക്കിളെ പൈസ എടുത്ത നീയാണെന്ന് ചാർലിക്ക് അറിയില്ല. തൽക്കാലം ഒന്ന് മാറിയെന്നാൽ നിന്റെ പ്രശ്നങ്ങൾ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ വിനു അവരുടെ കണ്ണിൽ പൈസ നഷ്ടപ്പെട്ടിരിക്കുന്നത് നിന്റെ ഷോപ്പിൽ നിന്നാ. അതുകൊണ്ട് ചാർലിക്ക് പൈസ എടുത്ത് ഇപ്പൊ നീയാ. തിരിച്ചു കൊടുക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല, കോടികളാണ് കൊടുക്കാനുള്ളത്. അവര് നിന്നെ തേടി വരും, ആ പണം കിട്ടുന്നത് വരെ. അല്ലെങ്കിൽ സൈക്കിള് പറഞ്ഞ പോലെ നീ ഇല്ലാതാകുന്നവരെ. ഞാനില്ലാതായ പ്രശ്നങ്ങളൊക്കെ തീരോടാ. തീരും. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കിനി ആ ഒരൊറ്റ വഴിയേ ബാക്കിയുള്ളൂ. നമ്മൾ കളിക്കുന്നു, ഒരു പിഴവും വരുത്താതെ ഒരുമിച്ച് നിന്ന്. സാധാരണയായി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ക്ലെയിം ചെയ്യപ്പെടാതെ വരുന്ന ഡെഡ് ബോഡീസ് അക്കാഡമിക് പർപ്പസുകൾക്ക് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ സർക്കാർ ചെലവിൽ ക്രിമേറ്റ് ചെയ്യുകയാണ് പതിവ്. അവിടെയാണ് നമ്മുടെ സാധ്യത. പരമാവധി സാമ്യമുള്ള ഒരു ഡെഡ് ബോഡി കണ്ടെത്തണം, നിന്റെ അതേ ബ്ലഡ് ഗ്രൂപ്പിൽ. പിന്നെ പോസ്റ്റ്മോർട്ടം മാത്രമാണ് ഒരു കടമ്പ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞൊരു ബോഡി നിങ്ങളുടെ ആചാരപ്രകാരം ദഹിപ്പിച്ചാൽ പിന്നെ റീപോസ്റ്റ്മോർട്ടമോ ഐഡന്റിറ്റി ചെക്കോ ഒന്നും നടക്കില്ല, ഒരിക്കലും. മരണശേഷം 48 മണിക്കൂർ ശരീരത്തിന്റെ പല ഭാഗത്തും ബ്ലഡ് ക്ലോട്ട് ആകാതെ ഉണ്ടാവും. സോ അതുവരെ നമുക്ക് ബ്ലഡ് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റിന് ശരീരത്തിലെ ഡ്രൈ ബ്ലഡ് ആയാലും മതി. അതിലൊരു ആന്റികോഗുലന്റ് ആഡ് ചെയ്താൽ മിക്ക ലാബുകാർക്കും കണ്ടുപിടിക്കാനും പറ്റില്ല. പറഞ്ഞത് മുഴുവൻ കേട്ട് നിൽക്കുകയല്ലാതെ തിരിച്ചൊരക്ഷരം മിണ്ടിയില്ല അമ്മ. നിങ്ങൾ ഷാനോടൊന്നും പറയാതിരുന്നത്. അവൻ സമ്മതിക്കില്ല. അത് ഞങ്ങൾക്ക് 4 പേർക്കും അറിയാമായിരുന്നു. ഒടുവിൽ എല്ലാം ശരിയായി വന്ന ക്രിസ്മസ് ദിവസം എനിക്ക് വേണ്ടിയിരുന്ന ബോഡി ഞാൻ കണ്ടെത്തി. അന്ന് ഞാൻ തിരികെ വന്നത് ഈ നഗരത്തിലെ എന്റെ അവസാന രാത്രിയിലേക്കാണ്.
ആടാ എബി, ഞാനിപ്പോ പോയി ബോഡി കളക്ട് ചെയ്തു. സൈക്കിളിൽ ഞാൻ ഹിൽ ടോപ്പിലേക്ക് പോവാ. ആ, നീ നേരെ ജെസ്സിയും കൂട്ടി അങ്ങോട്ട് വാ. ആ ശരി. എവിടെയായിരുന്നു ഇത്ര നാള്? എവിടെ? ഷാൻ, മറ്റുള്ളവരൊക്കെ എവിടെ? ഷാൻ ഞാൻ പറയാം. പറയടാ, ഞാൻ ചോദിക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? പറയാ. ഷാൻ ഞാൻ പറയാം, വെയിറ്റ് ചെയ്യ. സൈക്കിളെ ഷാൻ, നീ ടെൻഷൻ ആവണ്ട, ഞാൻ അവനോട് പറഞ്ഞോളാം. നീ തൽക്കാലം വണ്ടി എടുത്ത് ബൈക്കിന്റെ പറയാ. ഓക്കെ ഓക്കെ, ഞാൻ പറയാം, നീ വണ്ടി എടുക്ക. അന്നാണ് നമ്മൾ ആദ്യമായി കാണുന്നത്. ഷാനോടൊപ്പം ബൈക്കിൽ പോകുമ്പോ സൈക്കിൾ പിന്നിലുണ്ടായി. അതെങ്ങനെ സംഭവിച്ചു എന്നാണ് എന്റെ ചോദ്യം. ഹിൽ ടോപ്പിന് മുകളിൽ വെച്ച് നിനക്ക് പറ്റിയൊരു കയ്യബദ്ധം. അങ്ങനൊരു ക്ലീശ ഇവിടെ പറയാൻ മാത്രം മണ്ടനല്ല നീ വിനു. So tell me, what really happened? വിനു, നിന്റെ ഈ മൗനത്തിൽ നിന്നും ഒരു പോലീസുകാരന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമേ ഉള്ളൂ. യു കിൽഡ് ഹിം. എബിയെ നീ കൊന്നു, അല്ലേ? ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയാം, നടന്ന എന്താന്ന് ഞാൻ പറയാം. എടാ എബി, എനിക്ക് പേടിച്ചിട്ട് കൈയും കാലും മറിക്കുന്നതാ. നീ ഒരു മണ്ടനാടാ വിനു. നീ ആത്മഹത്യ ചെയ്തു എന്നതിന് തെളിവുകൾ നീ തന്നെ ഉണ്ടാക്കി. ക്രിസ്റ്റഫറിനെ വിശ്വസിപ്പിക്കാൻ മാത്രമല്ല, ഈ ലോകത്തെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ. നാളെ ഈ വെള്ളച്ചാട്ടത്തിന് താഴ്ന്നു കിട്ടുന്ന ഏതൊരു ബോഡിയും നിന്റെയാണെന്ന് നിന്റെ അമ്മ ഐഡന്റിഫൈ ചെയ്യും. ഇപ്പോ ഇവിടെ വെച്ച് നിന്റെ കാലൊന്ന് തെന്നിയാൽ നാളെ അത് ആത്മഹത്യയായി തീരും. ഇനി നിന്നെ ആർക്കും കൊല്ലാൻ വിനു, എനിക്ക് പോലും. എബി, നീ എന്തൊക്കെയാ പറയുന്നത്? ജെസ്സി, ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ കൈയും പിടിച്ച് നടന്നവളാണ് അവള്. എന്നിട്ടിപ്പോ നീയൊക്കെ സൗകര്യപൂർവ്വം അവളെ എന്റെ പെങ്ങളാക്കി. മനസ്സിലാക്കണമായിരുന്നു വിനു, അവളെന്റെ ആരാണെന്ന് നീ മനസ്സിലാക്കണമായിരുന്നു. പറ്റില്ലടാ, അവളെ വിട്ടുതരാൻ എനിക്ക് പറ്റില്ല. നീ ഇവിടെ ഇല്ലാതായാൽ എന്നോടൊപ്പം വരികയല്ലാതെ ജെസ്സിക്ക് വേറെ വഴിയില്ല. ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നതല്ലേ, ഇനി കുറച്ചുകൂടെ കാത്താൽ നിന്നെ അവൾ മറന്നു തുടങ്ങും. അപ്പോ അവൾ എന്റെ ആകും. ഐ എം സോറി വിനു, എനിക്ക് വേറെ വഴിയില്ലടാ. സൈക്കിളെ, അവര് പോയിട്ട് കുറെ നേരം ആയല്ലോടാ. ഈ സമയം കൊണ്ട് തിരിച്ചെത്തേണ്ടാണല്ലോ. വിനു, നിന്റെ ഇന്റർനെറ്റ് ടഫിൽ ആ പൈസ വെച്ചതും നിന്നെ പോലീസിന് ഒറ്റുകൊടുത്തതും
ഞാനാടാ. പക്ഷെ സൈക്കിൾ അവനാ എല്ലാം തൊലച്ചത്. അല്ലെങ്കിൽ ആ പോലീസ് റൈഡിൽ അവസാനിച്ചതിനെല്ലാം. സൈക്കിളിന്റെ ഫാക്ടറിയിൽ നിന്ന് വീണ്ടും ഞാൻ ആ പൈസ മാറ്റി. പക്ഷെ എന്നിട്ടും ഈ ചാർലിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കുറ്റാലത്തെ ലോഡ്ജിൽ എന്റെ മുന്നിൽ വന്ന് നിന്നപ്പോ ഒടുവിൽ പേടിപ്പിച്ച് മരിക്കാനുള്ള തീരുമാനം നിന്നെ കൊണ്ട് തന്നെ ഞാൻ എടുപ്പിച്ചു. ഞാനുണ്ടാക്കിയ പ്ലാൻ നിന്നെ രക്ഷിക്കാനുള്ളതായിരുന്നില്ല വിനു, നിന്നെ കൊല്ലാനുള്ളതായിരുന്നു. പിഴവുകളൊന്നുമില്ലാതെ നിന്നെ ഇല്ലാതാക്കാൻ. എബി, എന്താടാ ബി, എന്താ നീ നിന്ന് കളഞ്ഞത്? വാടാ, വന്നു കൊല്ലന്നെ, വരാൻ. നീ പറഞ്ഞില്ല ഞാനൊരു മണ്ടനാണെന്ന്. അതേടാ, ഞാനൊരു മണ്ടനാ. വിശ്വസിച്ചു പോയി നിന്നെ ഞാൻ, ഞങ്ങൾ എല്ലാവരും. പക്ഷെ എനിക്ക് വിഷമമില്ലടാ, കാരണം ഞാനിതൊക്കെ ചെയ്തത് നമുക്ക് വേണ്ടിയാ. ജെസ്സിക്കും സൈക്കിളിനും ഷാനും എനിക്കും നിനക്കും വേണ്ടിയാ. എന്റെ അമ്മയും പെങ്ങളെ പോലും നീ ഇതിലേക്ക് വലിച്ചേച്ചല്ലോടാ. എങ്ങനെ തോന്നിയിടാ ഇബി നിനക്കിത്? ചതിക്കായിരുന്നല്ലടാ നീ ഞങ്ങളെ. എടാ വിനു, എബി, ഇതിപ്പോഴും നമുക്കിടയിൽ പ്രശ്നം തന്നെയല്ലേടാ? നമുക്കിത് പറഞ്ഞു തീർത്തൂടെ? ജെസ്സി, പോട്ടടാ. ഇവിടിപ്പം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. വിട്ടുകളാ, പോട്ടെ. എബി, പോട്ടടാ എബി. ഇല്ല, ഇതിന് നിനക്ക് മാപ്പില്ല എബി. നീ ഇതൊക്കെ ചെയ്തത്, ഞങ്ങളൊക്കെ ഇവിടെ എത്തിച്ചത് വിനുവിനെ കൊല്ലാനായിരുന്നില്ലേ? അതെനിക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും. വേണ്ട ജെസ്സി, എനിക്ക് മാപ്പ് വേണ്ട. ഇങ്ങനെയൊക്കെ ആകണമെന്ന് ഞാനും ആഗ്രഹിച്ചതല്ല വിനു. ആ പണം അത് വണ്ടിയിലുണ്ട്, അതും എനിക്കിനി വേണ്ടടാ. ആ പൈസ തിരികെ കിട്ടിയില്ലെങ്കിലുണ്ടാവുന്ന നിന്റെ പ്രശ്നങ്ങൾ, ഇന്റർനെറ്റ് കഫേയിൽ ആ ബാഗ് വെച്ചത് മുതൽ അതെന്റെയും കൂടെ പ്രശ്നങ്ങളായിരുന്നു വിനു. ഇനി ആ പൈസ തിരികെ കൊടുക്കാൻ എനിക്ക് പറ്റില്ല. പഴയ ABI നിങ്ങൾക്കിടയിലേക്ക് വരാനും എനിക്കാവില്ല. പിന്നെ ഞാൻ
ഇനി എന്തിനാടാ? ഒരുപാട് ഇഷ്ടമായിരുന്നു ജെസ്സി എനിക്ക് നിന്നെ, ഒരുപാട്. ഐ എം സോറി. ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നതിനുമപ്പുറം ചിതറിപ്പോയ എബിയുടെ ശരീരം. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ അത് തന്റെ സ്വന്തം മകന്റെ ശരീരമാണെന്ന് ടെസ്റ്റിഫൈ ചെയ്ത വിനുവിന്റെ അമ്മ. എബിയും വിനുവും ഷെയർ ചെയ്തിരുന്ന കയ്യിലെ ആ പച്ചകുത്തിയ അടയാളം, പിന്നെ ഐഡന്റിക്കൽ ബ്ലഡ് ഗ്രൂപ്പ്സ്. ഇത്രയുമായപ്പോൾ എബിയുടെ മരണം വിനുവിൻ്റെതായി. ഒരു പരിധിവരെയൊക്കെ ആദർശികമായിരുന്നുവെങ്കിലും ഇറ്റ് വാസ് ഇൻ ഫാക്ട് ക്വൈറ്റ് എ ബ്രില്യൻ പ്ലാൻ. പക്ഷെ ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിങ്ങളെ വേട്ടയാടുന്നൊരു ചോദ്യമില്ലേ? ഉണ്ട്. എബിയുടെ കയ്യിൽ എവിടെ നിന്നായിരുന്നു ഇത്രയും പണം? ഓർ ഷുഡ് ഐ സേ, എബിയുടെ കയ്യിൽ എവിടെ നിന്നായിരുന്നു ഇത്രയും കള്ളപ്പണം? വിനു, നിന്റെ ഇന്റർനെറ്റ് കഫേയിൽ എബി ഒളിപ്പിച്ചത് 1,75,00,000 രൂപയുടെ ഫേക്ക് കറൻസി ആയിരുന്നു. ഗ്രേഡ് 1 കൗണ്ടർഫീറ്റ് കറൻസി. നിനക്കോ ഷാനോ സൈക്കിളിനോ ജെസ്സിക്കോ അറിയാത്തൊരു എബി ഉണ്ടായിരുന്നു. നിങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു എബി. ക്രിസ്റ്റഫർ മോറിയാർട്ടിയുടെ 100 കണക്കിന് കാരിയേഴ്സിൽ ഒരാളായിരുന്ന എബി. ക്രിസ്റ്റഫർ അവനെ ഏൽപ്പിച്ച പണമാണ് നിന്നെ അവന്റെ ലൈഫിൽ നിന്നും ഒഴിവാക്കാൻ എബി ഉപയോഗിച്ചത്. കള്ളപ്പണമാണ്. അത് ഉപയോഗിക്കാൻ അറിയാത്തവൻ ഉപയോഗിച്ചാൽ പിടിക്കപ്പെടുന്നത് അവനോ ആ പണമോ മാത്രമായിരിക്കില്ല, അതിന്റെ പുറകിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു വലിയ ശൃംഖല മുഴുവനായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്രയും ക്യാഷ് മിസ്സായെന്നറിഞ്ഞപ്പോഴും ക്രിസ്റ്റഫർ തേടിയിറങ്ങിയത് എബിയെ ആയിരുന്നില്ല, ആ പണത്തെ ആയിരുന്നു. ഇപ്പോ നിങ്ങളുടെ കൈവശമുള്ള ആ പണം അറിഞ്ഞോ അറിയാതെയോ എബി കാരണം ഒരു വലിയ ഓർഗനൈസ്ഡ് ക്രൈം റാക്കറ്റിന്റെ ഭാഗമായി നിങ്ങൾ. പക്ഷെ അവന്റെ ആത്മഹത്യയോടുകൂടി അതിൽ നിങ്ങളുടെ റോൾ അവസാനിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്.
വല്ലാതെ ഭയന്നു പോയപ്പോ ഒന്നിനു പിറകെ ഒന്നായി ഓരോ അബദ്ധങ്ങൾ ചെയ്തു കൂട്ടിയ 4 കുട്ടികൾ. ഇതിന്റെയൊക്കെ ഒടുവിൽ നിങ്ങളെ അങ്ങനെ കാണാനേ എനിക്ക് സാധിക്കുന്നുള്ളൂ. സോ ആ പൈസ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് പോകാം. ക്ലെയിം ചെയ്യപ്പെടാത്തൊരു ബാഗിനുള്ളിൽ നിന്നും കുറെ പണം കണ്ടെടുത്ത് റിക്കവർ ചെയ്തു എന്നൊരു FIR-ൽ എനിക്കിത് തീർക്കാവുന്നതേ ഉള്ളൂ. ബട്ട് മേക്ക് ഇറ്റ് ഫാസ്റ്റ് ബിഫോർ ഐ ചേഞ്ച് മൈ മൈൻഡ്. കാരണം ഇന്ന് ഡേവിഡ് എബ്രഹാം നിങ്ങളോട് കാണിക്കുന്ന ദയ നാളെ ക്രിസ്റ്റഫറോ ഈ നാട്ടിലെ ജുഡീഷ്യറിയോ കാണിച്ചു കൊള്ളണമെന്നില്ല. Go on, Vinu. Leave the money, take your friends, and go home. ഇതൊരു ഫൈനൽ സെറ്റിൽമെന്റ് ആയി കാണണം. ഇപ്പോ ഇവിടെ വെച്ച് ഈ പണത്തെക്കുറിച്ച് നിങ്ങൾ മറക്കണം. ഇൻ റിട്ടേൺ ഐ ഗിവ് യു മൈ വേർഡ്, ഇനി ഒരിക്കലും നിങ്ങളെ തേടി ആരും വരില്ല. ഗുഡ് നൈറ്റ്. വിനു, ഷാനെ, നിന്നോടെല്ലാം തുറന്നു പറയണമെന്ന് വിചാരിച്ചതാ ഞങ്ങള്. പക്ഷെ എവിടെയാ ഞങ്ങൾ ഷാൻ പറഞ്ഞില്ലടാ, ഇതിങ്ങനെയൊക്കെ ആയിത്തീരുന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. നിന്നോട് വണ്ടി നിർത്താൻ. നമ്മളിപ്പോ ആർക്കാടാ പൈസ കൊടുത്തത്? എന്താ നമ്മളിപ്പോ ആർക്കാ പൈസ കൊടുത്തതെന്ന്? ഡേവിഡ് ഇബ്രാഹിം സാറിന്. ആരാടാ ഈ ഡേവിഡ് ഇബ്രാഹിം? എടാ, നീ ഇതെന്തോ പറയുന്ന? നീയല്ലേ ഇള ഞങ്ങക്ക്? എടാ, ഡേവിഡ് ഇബ്രാഹിം IPS, ക്രൈം ബ്രാഞ്ച്. നമുക്ക് ഇയാളെ ഒറ്റ രാത്രിത്തെ പരിചയമല്ലേ ഉള്ളൂ. നമ്മളെ പരിചയപ്പെട്ട ആൾ, നമ്മളോടൊപ്പം ഇത്ര നേരം ഉണ്ടായിരുന്ന മനുഷ്യൻ ശരിക്കും ഡേവിഡ് ഇബ്രാഹിം എന്ന പോലീസുകാരനാണെന്ന് നമുക്കെന്താടാ ഉറപ്പ്? $1,75,00,000 മുഴുവനുമുണ്ട്. ഹാപ്പി ന്യൂ ഇയർ ക്രിസ്റ്റഫർ.
Let me hear the kick.